മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒക്കെ ഏറ്റവും എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. ആശീർവാദ് സിനിമാസ് അടുത്തതായി മോഹൻലാലിനെ നായകനാക്കി നിർമ്മിക്കാൻ പോകുന്ന ചിത്രം ദിലീഷ് പോത്തനാണ് സംവിധാനം ചെയ്യുന്നത് എന്നുള്ള സ്ട്രോങ് റൂമർ നിലവിലുണ്ട്. ആ ചിത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് ഫാന്റസി എലമെന്റ് ഉള്ള വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എന്നുള്ളതാണ്. ദിലീഷ് പോത്തൻ ലാലേട്ടനൊപ്പം ഒരുമിക്കുമ്പോൾ ദിലീഷ് പോത്തന്റെ തനത് ശൈലിയിലുള്ള ഒരു സിനിമയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരം പോലെയോ തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം പോലെയോ ഒക്കെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലൊരു സിനിമയല്ല ദിലീഷ് പോത്തനിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. പലപ്പോഴും മലയാളത്തിലെ എണ്ണം പറഞ്ഞ യുവ സംവിധായകർ മോഹൻലാലിനൊപ്പം ഒരുമിക്കുമ്പോൾ അവർ കഴിവ് തെളിയിച്ച അവരുടെ തനത് ശൈലിയിലുള്ള ഒരു സിനിമയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുക. പക്ഷെ വരുന്നത് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ ലാലേട്ടനൊപ്പം ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മലയാളത്തിൽ വളരെ വ്യത്യസ്തമായ അവതരണ ശൈലിയും വളരെ വ്യത്യസ്തങ്ങളായ സിനിമകളും സമ്മാനിച്ച ലിജോ ജോസ് മോഹൻലാലിനൊപ്പം ഒരുമിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയിലെത്തിയ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ലിജോ ജോസിന്റെ വാലിബന് കഴിഞ്ഞിരുന്നില്ല. ലിജോ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ലാലേട്ടനൊപ്പം പ്ലാൻ ചെയ്തത്. പക്ഷെ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി. പിന്നീട് ജീത്തു മാധവൻ ലാലേട്ടനൊപ്പം ഒരുമിക്കുന്നു എന്ന് കേട്ടിരുന്നു. ജീത്തുവിന്റെ സ്ഥിരം ശൈലിയിലുള്ള ഒരു സിനിമയൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ കേട്ടത് ഒരു വമ്പൻ പ്രോജക്റ്റാണ്. 200-ലധികം ദിവസങ്ങൾ മോഹൻലാലിന്റെ ഡേറ്റ് ആവശ്യമുള്ള ഒരു ബ്രഹ്മാണ്ഡ പ്രോജക്റ്റ്. പക്ഷെ പിന്നീട് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി പോയി. യുവ സംവിധായകർ ലാലേട്ടനൊപ്പം വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. പ്രേക്ഷകരായ നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുക അവരുടെ സ്ഥിരം ശൈലിയിലുള്ള ഒരു സിനിമ ലാലേട്ടനൊപ്പം സംഭവിക്കണമെന്നാണ്. പക്ഷെ ലിജോ ജോസിന്റെ കേസ് എടുത്താലും ജീത്തു മാധവന്റെ കാര്യം എടുത്താലും അതുപോലെ ഇപ്പോൾ ദിലീഷ് പോത്തന്റെ കാര്യം എടുത്താലും ഒക്കെ സിനിമകൾ സംഭവിക്കാൻ പോകുന്നത് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ താരമായ മോഹൻലാലിനൊപ്പം വരുമ്പോൾ തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കണം എന്നുള്ളൊരു താല്പര്യമായിരിക്കാം ഇതിന്റെ പുറകിൽ. എന്തു തന്നെയായാലും മോഹൻലാലിനെ വെച്ച് ദിലീഷ് പോത്തൻ ഒരുക്കുന്ന സിനിമയ്ക്ക് വേണ്ടി വലിയ കാത്തിരിപ്പുണ്ട്. ഏത് ജോണറിലുള്ള സിനിമയായാലും എല്ലാതരം പ്രേക്ഷകരും ഉറ്റുനോക്കുന്ന ലാലേട്ടന്റെ ഒരു ചിത്രമായിരിക്കും ദിലീഷ് പോത്തനൊപ്പം എന്നുള്ളതാണ്. മലൈക്കോട്ടെ വാലിബന്റെ ഒരു അവസ്ഥ ദിലീഷ് പോത്തൻ ചിത്രത്തിന് വരാതിരിക്കട്ടെ. ഫാന്റസി എലമെന്റ് ഉള്ള വളരെ ഗംഭീരമായ ഒരു സിനിമയാവട്ടെ ദിലീഷ് പോത്തൻ ഒരുക്കുന്നത്.